പതാക ഉയർത്തിയിട്ട് വന്ദേ മാതരം പാടാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 1875-ലാണ് ആദ്യമായിട്ട് വന്ദേ മാതര ഗാനം രചിച്ചതും ആലപിച്ചതും. അതിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതര ഗാനം എല്ലാ സ്വാതന്ത്ര്യദിന പരിപാടികളിലും ആലപിക്കണമെന്ന് രാജ്യത്തിൻ്റെ പാർലമെന്റ് നിയമം പാസാക്കിയതാണ്. എല്ലാവരും ഐക്യകണ്ഠേന പാസാക്കിയ ഒരു നിയമം കേരളത്തിൽ മാത്രമാണ് ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് വന്ദേ മാതര ഗാനം പാടാൻ ഈ സർക്കാർ തയ്യാറാവാത്തത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ പോലും മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. അവിടെ വന്ദേ മാതര ഗാനം പാടണം. ആ സാഹചര്യത്തിൽ ഈ കേരളത്തിൽ മാത്രം വന്ദേ മാതരത്തോടുള്ള ഈ സർക്കാരിന്റെ അനാദരവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ ഭരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗുമായിരിക്കും എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനത്ത് വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ദിനത്തിൽ, സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരത്തോട് കടുത്ത അനീതി പ്രകടിപ്പിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും സുജയ്, അതാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ജില്ലാതല പരിപാടി നടക്കുന്ന തേക്കിൻകാടാണ്. അവിടെയാണ് മഹാത്മാഗാന്ധി അടക്കമെത്തി ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ അടക്കം നടത്തിയത്. ആ മണ്ണിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുമ്പോൾ അതേ മണ്ണിൽ തന്നെ സമാന്തരമായി ബിജെപിയും പ്രതീകാത്മക പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സുജയ, മൈക്ക് പറയൂ. മൈക്ക് തുടങ്ങല്ലേ? പിന്നെന്താ വരും പറഞ്ഞ പോലെ സമയം
ആതിര ഓറഞ്ച് ഷോള് ആതിര, പിന്നെ സീന, പിന്നെ യുവമോർച്ചയുടെ അമൃത. വൈസ് പ്രസിഡന്റ്. ഒരു കൂട്ടായി എല്ലാവരും ചേർന്നുകൊണ്ട് ദേശീയ പതാക ഉയർത്തി വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ചടങ്ങിൽ ശ്രീ ജസ്റ്റിസ് ജേക്കബ്, യുവമോർച്ച അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ദേശസ്നേഹികളെയും പ്രോഗ്രാമിൽ നമുക്ക് വേണ്ട പ്രിയപ്പെട്ട ജസ്റ്റിസ് ജേക്കബ്, കെ ആർ ഹരി, വിജയ് സേനൻ, സതീഷ് പരുതിയൂര്, വിനായനിക്കുന്ന്, NR റോസ്, ടോണി ചാക്കോള, മറ്റ് ഈ പരിപാടി നിങ്ങൾ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ദേശസ്നേഹികൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം, ഭാരതം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സുദിനമാണ്. ഈ സുദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നതിനുള്ള ഖേദം ഞങ്ങൾ തുടക്കത്തിലെ പ്രകടിപ്പിക്കണം. ഇതൊരു രാജ്യസ്നേഹികളുടെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ്. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ 80ാം വാർഷികം വന്ദേ മാതര ഗാനത്തിന്റെ 150ാം വാർഷികം കൂടിയാണ്. 1875 ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതര ഗാനം 150 വർഷം പൂർത്തിയാക്കുകയാണ്. വന്ദേ മാതര ഗാനത്തിന്റെ ചരിത്രം നമുക്കറിയാം. 1882 ആനന്ദമഠത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1896 ഭാരതത്തിന്റെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ വന്ദേ മാതര ഗാനത്തിന് ഈണം പകർന്ന് അദ്ദേഹമാണ് ആദ്യമായി വന്ദേ മാതര ഗാനം ആലപിച്ചത്. അതിനുശേഷം വന്ദേ മാതര ഗാനം രാജ്യസ്നേഹികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ തീജ്വാല എന്താണ് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കാൾ ഭയപ്പെട്ടത് വന്ദേ മാതര ഗാനത്തെയായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സർക്കാർ വന്ദേ മാതര ഗാനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. 1905 വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഫലമായി ബംഗാൾ വിഭജിക്കപ്പെട്ട സമയത്ത് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വന്ദേ മാതര ഗാനം മുഴക്കിയാണ് ബ്രിട്ടീഷുകാരുടെ വിഡ്ഢൂരത്തിനായി പ്രതികരിച്ചതും. 1911 ആ ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർക്ക് റദ്ദ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സിരകളിൽ വൈദ്യുതി പ്രവാഹം പോലെയാണ് വന്ദേ മാതര ഗാനം ജ്വലിച്ചു നിന്നത്. ദേശസ്നേഹ പ്രേരിതമായി ലക്ഷക്കണക്കിന് ഭാരതീയരെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അണിചേരാൻ പ്രേരിപ്പിച്ച ഗാനമാണ് വന്ദേ മാതര ഗാനം. പ്രിയപ്പെട്ടവരെ, വന്ദേ മാതര ഗാനത്തിന് നേരെ ആദ്യമായി എതിർപ്പുയർത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ 1923 കാക്കിനാടയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ വന്ദേ മാതര ഗാനം ചൊല്ലാൻ തീരുമാനിച്ചതിനെ മുസ്ലിം ലീഗുകാരും എതിർത്തു. അപ്പോൾ ബ്രിട്ടീഷുകാരും മുസ്ലിം ലീഗുകാരുമായിരുന്നു വന്ദേ മാതര ഗാനത്തെ എതിർത്തത്. പക്ഷേ ചരിത്രം നമുക്കറിയാം. കാക്കിനാടയിൽ വന്ദേ മാതര ഗാനം ചൊല്ലാൻ നിയോഗിക്കപ്പെട്ട അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ വിഷ്ണു ദിഗംബർ പലുസ്കർ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടിമയല്ല, അതുകൊണ്ട് നിങ്ങളുടെ തിട്ടൂരം അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല.
ഞാൻ ഈ യോഗത്തിൽ വന്ദേ മാതൃഗാനം ആലപിക്കുക തന്നെ ചെയ്യും. മുസ്ലിം ലീഗുകാരെ നോക്കി പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുസ്കർ പറഞ്ഞു, വന്ദേ മാതൃഗാനം നിരോധിക്കാൻ ഇത് നിങ്ങളുടെ പള്ളിയല്ല, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗമാണ്. അതുകൊണ്ട് വന്ദേ മാതൃഗാനം പാടുന്നില്ലെന്ന് എന്നെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ആ മുസ്ലിം ലീഗുകാരോടും ബ്രിട്ടീഷുകാരോടും അവരുടെ മുഖത്ത് നോക്കി ഗർജിച്ച സംഗീതജ്ഞനാണ് വിഷ്ണു ദിഗംബർ പലുസ്കർ. അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഈ സാഹചര്യത്തിൽ നമ്മൾ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും അവരുടെ പ്രേതകൾ ഭരിക്കുന്ന കേരളത്തിൽ വന്ദേ മാതരത്തിലുള്ള നിരോധനം തുടരുകയാണ്. മുസ്ലിം ലീഗുകാര് മതത്തിന്റെ പേരിൽ രാഷ്ട്രം വാങ്ങിപ്പോയെങ്കിലും അവരുടെ ശേഷിപ്പുകാർ ഇന്നും കേരളത്തിൽ അവശേഷിക്കുകയാണ്. അവരുടെ ഭീഷണിക്ക് വഴങ്ങി വന്ദേ മാതൃഗാനത്തിന് ഈ കേരള സർക്കാർ ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്ത് ന്യായമാണ് പ്രിയപ്പെട്ടവരെ വന്ദേ മാതൃഗാനത്തെ എതിർക്കാൻ? എന്ത് ന്യായമാണ് ഇവര് പറയുന്നത്? ഈ 10 കൈകളിൽ 100 കൈകളിൽ ആയുധമേന്തിയ ദുർഗയും നീയാണ്, താമരപ്പൂ വിരാജിക്കുന്ന ലക്ഷ്മിയും നീയാണ്, വിദ്യ പകരുന്ന സരസ്വതിയും നീയാണ്. അങ്ങേ ഞങ്ങൾ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറന്ന നാടിനെ അമ്മയായി കരുതുന്നത്, ദൈവതുല്യമായി കരുതുന്നത് എങ്ങനെയാണ് മതനിന്ദയാകുന്നത്? ഞങ്ങൾ ചോദിക്കട്ടെ, ഭാരതത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്, രാജ്യത്തിന്റെ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയതാണ്. ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ സർക്കാർ പരിപാടികളിൽ വന്ദേ മാതരഗാനം പൂർണ്ണമായി ചൊല്ലണം. ആരെങ്കിലും എതിർത്തോ? പാർലമെന്റിൽ മുഴുവൻ ആളുകളും ഐക്യകണ്ഠേന പാസാക്കിയ നിയമമാണ്. ഇത്തവണ പാർലമെന്റിൽ നമ്മൾ കണ്ടു, എല്ലാ കക്ഷി നേതാക്കന്മാരും മുഴുവൻ എംപിമാരും ഒരുമിച്ച് ആലപിച്ചു വന്ദേ മാതൃഗാനം പാർലമെന്റിൽ. പിന്നെ ഈ കേരളത്തിൽ മാത്രം വന്ദേ മാതൃഗാനത്തിന് ഒരു എതിർപ്പ്, തമിഴ്നാട് ഇതുപോലെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ മദ്രാസ് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, തമിഴ് തായ്പാട്ടല്ല പാടേണ്ടത്, ഭാരതത്തിന്റെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരഗാനം തമിഴ്നാട്ടിൽ പൂർണ്ണമായിട്ട് പാടണമെന്ന് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഇതിന്റെ കേരളത്തിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നത് മത തീവ്രവാദികളായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായിരിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതൃഗാനത്തിന്റെ 150ാം വാർഷിക ദിനത്തിൽ വന്ദേ മാതരത്തെ അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് രാജ്യദ്രോഹികൾ നിയന്ത്രിക്കുന്ന ഈ സർക്കാർ കടുത്ത രാജ്യദ്രോഹമാണ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, വന്ദേ മാതൃഗാനത്തെ സ്നേഹിക്കുന്നവർ, സ്വാതന്ത്ര്യ സമര സേനാനികളോട് ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളോട് കൂറുപുലർത്തുന്നവർ ആ നിലയ്ക്കുള്ള കൂട്ടായ്മയാണ് ഇന്ന് ഈ തൃശ്ശൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതൊരു പ്രതീകാത്മക പ്രതിഷേധമാണ്. രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ, ദേശീയത ഉയർത്തിപ്പിടിക്കാൻ, വന്ദേ മാതരത്തിന്റെ പ്രസക്തി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഈ തൃശ്ശൂരിലെ എല്ലാ ദീനദേശാഭിമാനികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. भारत माता की जय, भारत माता की जय, भारत माता की जय। इसको विषय
മൈക്ക് കൊടുക്ക്. നടുക്കോട്ട് നിൽക്കോ, നടുക്കോട്ട് കയറി നിൽക്കോ, നടുക്കോട്ട് നിൽക്കാവോ, നടുക്കോട്ട്. ഹലോ നടുക്കോട്ട് ഇരുത്താവോ, നടുക്കോട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ്.